വീണെടുത്ത് നിന്നോ അതോ വീഴ്ത്തിയെടുത്ത് നിന്നോ വീണ്ടും ദാ എഴുന്നേൽക്കുകയാണ്. 2-3 ആഴ്ചയ്ക്ക് ശേഷം സ്വന്തം വീട്ടിൽ നിന്ന് കുളിക്കുമ്പോൾ ഉള്ള ഒരു ഫീലുണ്ടല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും വളരെ പ്രിയപ്പെട്ട കേട്ടോ കുപ്പിവെള്ളം. അതും കുഞ്ഞിലേ തൊട്ട് ഒരു 10-12 വയസ്സ് തൊട്ട് തുടങ്ങിയ ഇഷ്ടമാണ് ഈ കുപ്പിവെള്ള പ്രേമം എന്ന് പറയുന്നത്. അതിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും, അതുപോലെ തന്നെ ഈ ജിമിക്കി പ്രേമം. എൻ്റെ അറിവിൽ എനിക്ക് 4ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ഗ്രാൻഡ്മ എനിക്ക് ആദ്യമായിട്ട് ജിമിക്കി കമ്മൽ മേടിച്ച് തരണത്. പിന്നെ ചുവപ്പ് കളറ്, അതിനോട് ഒരു പ്രത്യേക ഇഷ്ടം, അത് എല്ലാ കളറിനോടും ഉണ്ടെങ്കിലും അതിനോടുള്ളൊരു പ്രത്യേക ഇഷ്ടം വേറെ തന്നെയാണ്. മിഞ്ചി അന്ന് ഊരി വെച്ചത്, അതുപോലെ തന്നെ അരഞ്ഞാണം, പക്ഷെ അത് പൊട്ടിപ്പോയി കേട്ടോ. അതിൻ്റെ പൊട്ടിയതല്ല, അതിൻ്റെ കൊളുത്ത് പൊട്ടിപ്പോയതാണ്. അതേപോലെ തന്നെ പാദസരം കംപ്ലീറ്റ് ഓർണമെൻറ്റ്സ് മുഴുവൻ ഊരി വെച്ചിട്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കയറ്റിയത്, ട്രീറ്റ്മെൻറ്റിനായിട്ട് കയറ്റിയത്. നവരത്നത്തിൻ്റെ മോതിരം 10-15 വർഷം പഴക്കമുണ്ട് ഈ കാണുന്ന എല്ലാത്തിനും. കാലിൽ കിടന്ന മിഞ്ചി ഉൾപ്പെടെ എല്ലാം ഊരിയിട്ടായിരുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റിന് കയറ്റിയത്. ഒരു വളയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അത് പണയം വെച്ച് പൊട്ടിപ്പോയി. അങ്ങനെ ഇതാ കുളിച്ച് സുന്ദരി കുട്ടിയായി എന്ന് എൻ്റെ വിശ്വാസം കേട്ടോ. കാണുന്നവരുടെ കണ്ണിലാണ് നമ്മളുടെ സൗന്ദര്യത്തിൻ്റെ അളവും തോതും ഒക്കെ അറിയാൻ പറ്റുന്നത്. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ സെറ്റ് സാരി എന്ന് വെച്ചാൽ എൻ്റെ ജീവന. കേരള സാരി, എൻ്റെ നാടിൻ്റെ എൻ്റെ കേരള സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദൈവം എന്നെ സൃഷ്ടിച്ചതും ആ സാരിക്ക് അനുയോജ്യമായിട്ടുള്ള തരത്തിൽ ഉള്ളൊരു ഭംഗിയിലാണ് എന്നുള്ളതിലും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. ഞാനിപ്പം ഫാഷൻ ഡിസൈനർ ആയപ്പോഴും എയർ ഹോസ്റ്റസ് ആയപ്പോഴും മിനി സ്കേർട്ട് ഇട്ട് നടക്കുമ്പോഴും ഒക്കെ എനിക്ക് ഈ സെറ്റ് സാരിയിൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അതൊന്നും ആ ഡ്രസ്സിൽ എനിക്ക് കിട്ടില്ല. പക്ഷേ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഞാൻ പോകുന്നിടത്തും ഞാൻ വരണയിടത്തും എൻ്റെ യൂണിഫോമും ഒക്കെ മോഡേൺ ആവുന്നത് കൊണ്ട് മാത്രം ഞാൻ അത് യൂസ് ചെയ്ത് ഇഷ്ടമാണ്. കാരണം അപ്പിയറൻസ്, ഗ്രൂമിങ് അതെപ്പോഴും നമുക്ക് ഏതൊരു പ്രൊഫഷനും മെയിനാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ അല്ലാത്ത സമയം എപ്പോൾ കിട്ടിയാലും 17ാമത്തെ വയസ്സിൽ വീട്ടിനുള്ളിൽ പോലും സെറ്റ് സാരി ഉടുത്ത് ഭർത്താവിൻ്റെ മുമ്പിൽ നിന്നൊരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ അങ്ങനെയായിരുന്നു. ഏകദേശം 23ഓളം സെറ്റ് മുണ്ട് ഒക്കെ ഗൾഫിൽ വെച്ച് അവിടെ നിന്ന് എൻ്റെ മിടുക്കനായ ഭർത്താവ് ആർക്കൊക്കെ എടുത്ത് കൊടുക്കുകയോ കളയോ എന്തൊക്കെയോ ചെയ്ത് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് അന്നുണ്ടായ ഏറ്റവും വലിയ വിഷമോ സങ്കടമോ ഒന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് എൻ്റെ ഒരു റൂമിൻ്റെ ഒരു കബോർഡ് മുഴുവൻ സെറ്റ് സാരിയാണ്. എവിടെ എനിക്കൊരു സാരി മേടിക്കാൻ അവസരം കിട്ടിയ ഫസ്റ്റ് ഞാൻ സെറ്റ് സാരിയുടെ അങ്ങോട്ടാണ് പോകുന്നത്. എനിക്കറിയില്ല കേട്ടോ ഇതുപോലെ എന്നെ പോലെ ഭ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന്. കാരണം അതിലൊരു ഭംഗി എന്ന് പറയുന്നത് ഒരു നൈർമല്യം, ഒരു വല്ലാത്തൊരു ഐശ്വര്യമൊക്കെ അതിനുണ്ടാവും. വേറെ ഒന്നും വേണ്ട, നമ്മളൊന്ന് കിണ്ടൽ കണക്കിന് പുട്ടിയുടെ ഒന്നിൻ്റെയും പൊതുവെ ആവശ്യമില്ല. ഒരു മലയാള തനിമയുള്ളൊരു പെണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു കുളിർമയാണ് അത് കാണുമ്പോൾ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായി ഒരു 10-20 വർഷത്തിന് മുൻപേ. അന്നൊന്നും എനിക്ക് തോന്നണില്ല എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ അങ്ങനെയൊന്നും അധികം ഹിന്ദുസ് മാത്രമായിരുന്നു ഉടുത്തിരുന്നത്. അല്ലാതെ ബാക്കിയുള്ളവരൊന്നും ഇതങ്ങനെ ഇപ്പോഴത്തെ പോലെ ഉടുത്തോ അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അന്നൊരു ട്രെൻഡും അല്ലായിരുന്നു. പക്ഷേ എങ്കിലും കാരണം ഞാൻ എൻ്റെ +2 പഠിക്കുന്ന സമയത്ത് +1 +2 എൻ്റെ ഫ്രണ്ട് സനീതിൻ്റെ മഹിത മമ്മി, തൃശ്ശൂരുള്ള മഹിത മമ്മി, പുള്ളിക്കാരി ഇതേപോലെ മുണ്ടും നേരിയതിൻ്റെ സെറ്റ് സാരിയുടെ ഒക്കെ ഫാനായിരുന്നു. അവിടെ ഗൾഫിൽ പുള്ളിക്കാരിയുടെ വീട്ടിൽ കംപ്ലീറ്റ് ഏത് കബോർഡ് തുറന്ന് നോക്കിയാലും എനിക്ക് മിനിമം ഒരു 500 എണ്ണമെങ്കിൽ അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി, അത് ഗൾഫിൽ വെച്ചിട്ട്. അവിടെ നിന്ന് തുടങ്ങി എൻ്റെ ആ ഇഷ്ടത്തിൻ്റെ കൂടെ അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ അതിൽ നിന്ന് എനിക്കൊരു പ്രചോദനമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ +2 കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പം ആദ്യമായിട്ടൊരു സാരി എടുക്കാൻ കിട്ടിയപ്പോഴും ഞാൻ സെറ്റ് സാരിയാണ് വാങ്ങിയത്. അവിടെ നിന്നതായി പിന്നെ ഇത്രയും വർഷം ഒരു 10-20 വർഷം ആയിട്ടുണ്ടാവും ഞാനിങ്ങനെ ഒരു 18ഓളം വർഷമായിട്ട് ഞാൻ ഇതേപോലെയാണ്. ഇങ്ങനെ എൻ്റെ കയ്യിൽ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. അതുകൊണ്ട് സെറ്റ് സാരി ആര് ഗിഫ്റ്റ് തന്നാലും സെറ്റുമുണ്ട് ആര് ഗിഫ്റ്റ് തന്നാലും ഞാൻ വേണ്ടാന്ന് ഒരിക്കലും പറയേയില്ല. പക്ഷേ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം കേട്ടോ. ഇങ്ങനെ കുളിച്ച് കുറേ ദിവസമായില്ലേ, എണ്ണയും അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഒരു മെഴുമെഴുപ്പും അത് വല്ലാത്തൊരവസ്ഥ. എനിക്കാണെങ്കിൽ ഒരു ചെറിയൊരു വിയർപ്പ് കുറച്ച് നേരം എൻ്റെ കയ്യിൽ എൻ്റെ പുറത്തുണ്ടായ പോലെ ഒരു ബുദ്ധിമുട്ടും വിമ്മിഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ പഞ്ചസാര എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു ഇതുണ്ടായാൽ പോലും. അപ്പം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്, കാരണം എൻ്റെ നല്ല മനസ്സിന് എനിക്ക് കിട്ടിയ ശിക്ഷയായിരുന്നു ഇത്. അത് ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥതായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് പോലും. കുളിച്ച് നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ച് ഒരു പുളിയിലക്കരയുള്ള ഒരു, പക്ഷേ അത് പച്ചയാണോ ഈ പുളിയിലക്കര എന്ന് പറയുന്നത്? പക്ഷേ ഈ നേർത്ത കരയ്ക്കല്ലേ ഇത് പറയാം. കുളിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു കുറിയൊക്കെ തൊട്ട് വരുമ്പോഴത്തേക്കുള്ളൊരു ഐശ്വര്യം ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ കുഞ്ഞിലത്തെ നാളുകളാ ഓർമ്മ. കാരണം ഞാനൊരു തിരുവനന്തപുരംകാരി ആയതുകൊണ്ട് ഈ എൻ്റെ കുഞ്ഞിലേക്ക് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പൊന്നും അവിടെയൊന്നും ജാതിയോ മതമോ അങ്ങനത്തെ ഒരു കാരണം ഒരു വില്ലേജ് ഏരിയയാണ്, അവിടെയൊന്നും അങ്ങനത്തെ ഒരു തമ്മിത്തല്ലോ ഒന്നും ഞാൻ കണ്ട് വളർന്നവളല്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു SN UPS SN HSS പഠിച്ചു
10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ച നാടും പഠിച്ചു വളർന്ന സ്കൂളിൻ്റെയും ഒക്കെ ഒരു സംസ്കാരമാണ് അത്. അല്ലാതെ ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ എന്ന് തരം തിരിച്ച് ഞാൻ ഒന്നും ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്കതിനെ കാണാനും പറ്റൂല മരണം വരെ. അതിന് ആര് എങ്ങനെ പറഞ്ഞാലും ശരി കേട്ടോ. പിന്നെ കേരളത്തിൽ ജനിച്ച് വളർന്ന എനിക്കൊരു സെറ്റുമുണ്ടോ അല്ലെങ്കിൽ ഒരു കുറിയിടാനോ ഒരു പൊട്ടിടാനോ ഒന്നും ഒരു സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഞാൻ എന്തിനീ നാട്ടിൽ തന്നെ ജീവിക്കുന്നു? വേറെ ഏത് വേഷത്തിനെക്കാട്ടിയും എനിക്ക് ഈ വേഷത്തിൽ എന്നെ കാണുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം നിങ്ങളൊന്ന് പറയൂട്ടോ. എന്നെപ്പോലെ തന്നെ സെറ്റ് മുണ്ടിനോടോ സെറ്റ് സാരീനോടോ അല്ലെങ്കിൽ പോട്ടെ സാരീനോടോ ഒക്കെ ഇഷ്ടം അല്ലെങ്കിൽ പ്രാന്തൊക്കെ ഉള്ള നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ? അമ്മ, സിസ്റ്റർ, അല്ലെങ്കിൽ വൈഫ്, മക്കൾ, അല്ലെങ്കിൽ കൂട്ടുകാരി, കാമുകി, അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടോ ഇതേപോലെ ഭയങ്കരമായിട്ട് ഇതുള്ള? അത് മാത്രമല്ല കേട്ടോ, എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിലേ തൊട്ട് എൻ്റെ മമ്മി പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് പർദ്ദയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് ഗൾഫിൽ 34 വർഷം നിന്നതിൻ്റെ ഒരു ഗുണം കൂടിയാണ്. കാരണം പുള്ളിക്കാരി ആ ഒരു ഡ്രസ്സിലോട്ട് മാറിയതും. അതിന് മുൻപ് വരെ ഇപ്പോഴും മമ്മി വീട്ടിൽ ഉടുക്കുന്നത് സാരിയാണ്. സാരിയാണെങ്കിലും ചുരിദാറാണെങ്കിലും ഇപ്പം നമ്മൾ ഇടുന്ന എല്ലാ ഡ്രസ്സും മമ്മി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതൽ എൻ്റെ മമ്മി വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഗൾഫിൽ യൂസ് സാരിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രചോദനമാണ്. കാരണം വീട്ടിനുള്ളിൽ സാരി ഉടുത്ത് നിൽക്കുക എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ മാത്രമാണ് ഇങ്ങനെ സാരിയൊക്കെ ഉടുത്ത് നിൽക്കൽ. വീട്ടിനുള്ളിൽ കാണാൻ ആരുമില്ല, അതുകൊണ്ട് വീട്ടിൽ ഉടുക്കുന്നത്.